പിന്നെ അജിത്തിന്റെ എപ്പോഴും കാണുന്ന വെറുത്തണം പോലത്തെ ഇതൊന്നുമില്ല, ഒരു ക്ലാസ് രീതിയിൽ എടുത്തണം. അജിത് പടം എന്നേക്ക് വരുന്നത് അന്നേക്ക് தான் തമിഴ്നാട്ടിലെ പൊങ്കൽ. അനിരുദ്ധ ബീജം എവിടേക്കോ എന്തൊക്കെയോ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കുക. തനി അജിത് ഫിലിം എക്സ്പെക്ട് ചെയ്തതേ ഉള്ളൂ. പക്ഷെ പടം മോശമൊന്നുമല്ല. പടത്തിൻ്റെ ഒരു വെറൈറ്റി ഒരു മേക്കിംഗ് ആണ്. റൊമാൻറ്റിക് ബേസ്ഡും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആണ്. ഒരു റോഡ് ട്രിപ്പ് ബേസ്ഡും ആണൊക്കെ പോണത്. വൺ ഡേ മാസം മൂവിയാണ്. പക്ഷേ ഈ തൃശ്ശയും അയത്തോടുള്ള കോംബോ സീൻസ് ഒക്കെ നല്ല രസമുണ്ട്. കാർ സീൻസ് ഒക്കെ ഒരുപാടുണ്ടോ? കാർ സീൻസ് ഉണ്ട്, അതൊക്കെ ബെറ്ററാണ്. ഓൾറെഡി നമ്മൾ ട്രെയിലറൊക്കെ കണ്ട ഐറ്റം തന്നെ ഉള്ളൂ. വൺ ഡേ മാസം മൂവി. നല്ല പടമാണ്. ചെറിയൊരു ലാഗ് ഉണ്ടായി, അത് കുഴപ്പമില്ലായിരുന്നു. കാർ സീൻസ് ഒക്കെ സ്റ്റണ്ടൊക്കെ കുഴപ്പമില്ല, നല്ല സ്റ്റണ്ടും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ. അനിരുദ്ധ ബീജം എവിടേക്കോ എന്തൊക്കെയോ പോയിട്ടുണ്ട്. ഈ മങ്കാത്ത ശേഷമാണ് അജിത്തും അർജുനും വന്നപ്പോൾ ആ ഒരു കോംബോ ഇതിൽ കാണാൻ പറ്റിയിട്ടില്ല, അതാണ് ലാഗ് ഉണ്ടായി. കഥ ഉള്ള നല്ല റിലേഷൻഷിപ്പിനെ ത്രില്ലിംഗ് ആണ്. വിടാമുയർച്ചി കുഴപ്പമില്ല, കണ്ടിരിക്കാം. അത്യാവശ്യം നല്ല പടമാണ്. പിന്നെ അജിത്തിന്റെ എപ്പോഴും കാണുന്ന വെറുത്തണം പോലത്തെ ഇതൊന്നുമില്ല, ഒരു ക്ലാസ് രീതിയിൽ എടുത്തണം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലതാണ്. സൂപ്പർ സ്റ്റാർ പടം പോലെ അല്ല വന്നിരിക്കുന്നത്. അങ്ങനല്ല, ഒരു ക്ലാസ് പടം, വലിയ മാസം അങ്ങനെ ഒന്നുമില്ല, സാധാരണ ഒരു പടം പോലെ തന്നെ. എങ്ങനെയുണ്ട് തൃഷ, അജിത്ത് പിന്നെ അർജുനൊക്കെ മങ്കാത്തക്കയിലുള്ള അതേ കാസ്റ്റ് തന്നെയാണല്ലോ? അങ്ങനെ അത്രയ്ക്കും വലിയ പടമൊന്നുമില്ല, ഒരു സിമ്പിള് സ്റ്റോറി, വൺ ടൈം വാച്ചുകൾ അത്ര. படம் சூப்பர். தமிழ்நாட்டில் இன்னைக்கு தான் பொங்கல். 16 பொங்கல் இல்லை, இன்னைக்கு தான் பொங்கல். அஜித் படம் என்னைக்கு வருதோ அன்னைக்கு தான் தமிழ்நாட்டில் பொங்கல். கார் சீன் எல்லாம் நல்லா, ஒரு ஃபைட் ஒன்று இருக்குது காருக்குள்ள ஃபுல்லு, எல்லாம் நல்லா இருக்கு. அனிருத்தி மியூசிக் செம்ம, ஃபுல்லு பேக்ரவுண்ட் மியூசிக் எல்லாம் കണ്ടിരിക്കുക. ഇല്ല കുഴപ്പമില്ല, ഒരു കണ്ടിരിക്കുക. കൊള്ളായിരുന്നു. ആക്ഷൻ ഇത്തിരി സ്ലോ മോഡിലാണ് പോണത്, കുഴപ്പമില്ല. പക്ഷെ കണ്ടിരിക്കുക. എക്സ്പെക്ട് ചെയ്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.